എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ മന്തി എങ്ങനെയാണ് ഓവനിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഓവനിലല്ലാതെ ചെയ്യുന്ന റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് OTG ഓവനിലാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. ഈ സെയിം രീതി തന്നെ നമുക്ക് കൺവെക്ഷൻ ഓവനിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ മന്തി മസാലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മന്തി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 3 ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കാം. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരിയും എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 2 നുള്ള് ഓറഞ്ച് ഫുഡ് കളർ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പകരം നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം മന്തി മസാലയിൽ ഓൾറെഡി കുരുമുളക് പൊടി ഉള്ളതാണ്. നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 3 വലിയ തൈസാണ് എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പുരട്ടിയതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി 3 കപ്പ് ബസ്മതി അരി 15 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കുക, നന്നായിട്ട് കഴിയതിന് ശേഷം. ഇനി ഒരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം എന്ന് പറയും. ഇനി ഇതിലേക്ക് നമ്മളൊരു 2-3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടെ കുറയ്ക്കുക ചെയ്യാം. നമ്മളിവിടെ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവിലാണ് ഈ മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ കഷ്ണം പട്ട 3ആയിട്ട് മുറിച്ചത്, അതുപോലെ തന്നെ ഗ്രാമ്പു 3-4 ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ നമ്മളൊരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ എന്ന് പറയുമ്പം 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള, ഒരുപാട് പൊടിയല്ല, കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതങ്ങനെ ബ്രൗണൊന്നും ആവേണ്ട, നമ്മളിനി ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. ഈ സവാള ഇട്ട് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇനി 1 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുപാടൊന്നും വഴറ്റണ്ട. നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ അരി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം അരി കുതിർക്കണ്ട. സെല്ല റൈസ് ആണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ കുതിർക്കുക. ബസ്മതി ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കുതിർത്താൽ മതി. ഇനി ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് നമ്മൾ മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ മന്തി ട്രേയിലേക്ക് നമ്മൾ അരി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരി ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓവൻ 200 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് 200 ഡിഗ്രിയിലാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല നിങ്ങൾക്ക് ഇങ്ങനെയും ഇടാം, അതുപോലെ തന്നെ പച്ചയ്ക്കും ഇടാം. പച്ചയ്ക്കാണെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല, വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വഴറ്റിയിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ 3 കപ്പ് അരിക്ക് നമ്മൾ 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം വേണം ഓവനിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ 1.5 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 5 കപ്പിൻ്റെ പകുതി 2.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഒട്ടും തന്നെ ഇപ്പോൾ ചേർത്തിട്ടില്ല, അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ചിക്കൻ പുരട്ടിയപ്പോൾ അതിൽ ഉപ്പുണ്ട്, അപ്പോൾ ആ ഉപ്പ് ഇതിലേക്ക് ഇറങ്ങും. ഇനി ഇതിലേക്ക് 2 ഉണക്ക നാരങ്ങയും അതുപോലെ കുറച്ച് പച്ചമുളകൊന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇങ്ങനെ മന്തി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. ഇനി ഇതിന് മുകളിലായിട്ടൊരു റാക്ക് വെച്ച് കൊടുക്കുക, ഗ്രില്ലിൻ്റെ റാക്ക്. അപ്പോൾ ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഗ്രില്ല് വെച്ചാലും മതിയാകും. അപ്പോൾ ഇതുപോലെ ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ നന്നായിട്ട്
കുക്കായിട്ട് അതിൽ നിന്നുള്ള ഓയിലും എല്ലാം താഴെ പോയി റൈസിൽ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഈ റൈസ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1.5 മണിക്കൂറിൽ ആദ്യത്തെ 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫോയിലൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോഴാണ് ഈ ചിക്കൻ നന്നായിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഗ്രില്ലായിട്ട് വരിക. അപ്പോൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ആദ്യത്തെ 30 മിനിറ്റിലിരുന്ന് ആ ചിക്കൻ നന്നായിട്ട് വേവും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഗ്രില്ലാവും. അപ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്തിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഓവൻ കൺവെക്ഷൻ ഓവൻ ആണെന്നുണ്ടെങ്കിൽ പകുതി സമയമാകുമ്പം ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്രില്ല് മാറ്റിയതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബിരിയാണിയൊക്കെ ചെയ്തെടുക്കാം ഓവനിൽ. അപ്പോൾ ബിരിയാണി ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചിക്കനിൽ നിന്നുള്ള മസാലയും എണ്ണയൊക്കെ ഈ റൈസിൽ വന്ന് കിടക്കുന്നത് കാണാം. നല്ല അടിപൊളിയായിട്ട് റൈസ് കുക്കായും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസൊന്നും കുക്കായിട്ടല്ല ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. റൈസ് പച്ചയോടെ ഇട്ട് നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ സ്മോക്കി ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാർക്കോളൊന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ സ്മോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓവനിൽ ചിക്കൻ മന്തിയും അതുപോലെ തന്നെ ബിരിയാണിയും അതുപോലെ അരിയും ഒക്കെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളല്ലാതെ തയ്യാറാക്കി നോക്കുന്ന ചിക്കൻ മന്തിയെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഓവനിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്